ഇപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്നത് എന്തറിയുമോ? എസ് കുമാർ വാട്സപ്പിൽ സന്ദേശം അയച്ചു എനിക്ക്. അപ്പോൾ അതിനകത്ത് വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞ് നന്നായി എന്ന് പറഞ്ഞു. അല്ല, വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞത് കണ്ടു. ഞാൻ ടെൻഷനിലായി. ഞാൻ എന്ത് വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് എയറിലാവുമോ? പൊങ്കാല, ഇപ്പോഴത്തെ പൊങ്കാല എന്നെ രസമാണ്. നമ്മുടെ 1.5 തലമുറയ്ക്ക് തെറിയെന്ന് എന്നാ തെറിയാണെന്നറിയപ്പോൾ വായ്പിഴവ് വന്നപ്പോഴും അങ്ങനെ വിഷമിച്ചു. അതിൽ ഞാനത് ഉണ്ടല്ലോ, ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എന്തറിയുമോ, കോൺഗ്രസ്സുകാർ ഏറ്റുപിടിക്കുന്ന ഞാൻ നോക്കിയപ്പം സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് മിക്കവാറും നമ്മുടെ CM അറിയുമ്പോൾ മിക്കവാറും പ്രശ്നമാകും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ ഉടനെ തന്നെ ഇതിന് തടയിടാൻ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യുന്നറിയോ, തെറ്റുപറ്റി, മനുഷ്യ സഹജമാണ്, അലക്സാണ്ടർ പോപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് തിരുത്തിയാലൊന്നും ഞങ്ങൾ വിടത്തില്ലെന്നും പറഞ്ഞു ഉടനെ ആൾക്കാർ ഇറങ്ങി. ഉടനെ ഇത് എന്തുവാ പ്രശ്നം എന്നറിയോ രേഖ, നമ്മൾ ഈ ഭരണകർത്താവും അവതാരകനും ഒന്നാവാൻ പാടില്ല. അവിടെ നിന്നാണ് പ്രശ്നം. എന്താണെന്നറിയോ, നമ്മളവിടെ നിന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്ന് പറയുമ്പോൾ 100 നല്ലെണ്ണം വാങ്ങിച്ചോട്ട് വന്നിട്ടില്ല. ഇവിടെ ഷൂട്ടൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചെവി കേട്ടോണ്ടിരിക്കുകയായിരിക്കും, ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ VSൻ്റെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു ഗുരുതരമായ പ്രശ്നം ഒരാളെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവിടെ എതിരെ നിന്ന് ഒരാൾ കാണിക്കുന്നുണ്ട്, അത് നടന്നില്ല, അത് പോയി എന്നൊക്കെ. ഉടനെ നമ്മൾ ആ ടെൻഷൻ നിൽക്കുമ്പോഴേ രണ്ടുപേരും മുഖ്യമന്ത്രിയായിരുന്നുള്ളൂ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, മൊത്തം പ്രശ്നമായി. ഇത് പ്രശ്നമായി കഴിഞ്ഞുള്ള പ്രോബ്ലം എന്താ, വീട്ടിൽ കയറാൻ പറ്റുന്ന രേഖ. എൻ്റെ പണിയായിപ്പോയി. ഭാര്യ അതോടങ്ങ് പിണങ്ങുമല്ലേ. നമ്മളിത് ഏതാണ്ട് ആദ്യമായിട്ട് തെറ്റ് വരുന്നല്ലോ ഭാര്യ. ഇത് നമ്മൾ തെറ്റേ വരുത്തിയിട്ടുള്ളൂ ജീവിതത്തിൽ.